മിഞ്ഞാന്നല്ലേ തിങ്കളാഴ്ച രാത്രി ലാലിഗയിൽ ബാഴ്സലോണയും റയോ വല്ലോക്കാനും തമ്മിലുള്ള ഒരു കളിയിൽ റയോ വല്ലോക്കാൻ ഒരു ഗോൾ അടിച്ചു. ആ ഗോള് ഓഫ് സൈഡിൻ്റെ പ്രശ്നം വന്നു. അത് ഓഫ് സൈഡാണെന്ന് പറഞ്ഞിട്ട് റഫറി ഓഫ് സൈഡ് വിളിച്ചു. കാരണം അത് ഓഫ് സൈഡ് ആവാനുള്ള കാരണം ആ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. കാണിച്ചു തരാം. ഈ യെല്ലോ ഇട്ട ടീം 3 അറ്റാക്കിംഗ് ടീമാണ്. അതിപ്പോൾ റയോ വല്ലോക്കാനെന്ന് വിചാരിച്ചോ, അങ്ങനെ സിറ്റുവേഷനാണ് ആ ടീം. ഈ ടീം ഓപ്പോസിറ്റ് ടീം ഡിഫൻഡിങ് ടീമാണ്. അപ്പോൾ സുലൈമാനിക്കും മുബഷിറുമാണ് സ്റ്റോപ്പറിൽ. മുബഷിർ വായോ റെഡി വായ. ഈ ബോള് ഇവിടുന്ന് ചെയ്ത സിറ്റുവേഷൻ ഇതാണ്. ഇവിടുന്ന് ഈ ബോൾ എന്ത് ചെയ്യുക, നേരെ അവർ എയർ ബോൾ ചെയ്ത് നമുക്ക് ഗ്രൗണ്ടിൻ്റെ പരിമിതി മൂലം നമ്മൾ ഗ്രൗണ്ട് ബോൾ ചെയ്യണം. ഈ ബോൾ നേരെ യാസിറിന് കൊടുക്കുക. യാസിർ ഓഫ് സൈഡ്. യാസിറിന് മുബഷിറിൻ്റെ ലൈനിലേക്ക് ഇങ്ങോട്ട് കയറുന്നു കുറച്ച് കയറി. ഇങ്ങോട്ട് വാ കുറച്ച് കയറി വാ. ശ്യാമൻ അവിടെ നിന്ന് കുറച്ചുകൂടി ഇറങ്ങിക്ക്. ശ്യാമൻ കുറച്ചുകൂടി ഇറങ്ങിക്ക്. യെസ്, ഇത് ഓഫ് സൈഡ് ആയിരുന്നു കേട്ടോ. ഈ ബോൾ നേരെ പോട്ടെ. അവിടെ നിർത്തിക്കോ. യെസ്, അവിടെ നിർത്ത്. അവിടെ നിർത്തുക. എഗെയിൻ വന്ന ഈ ബോൾ അവിടെ വരുമ്പോൾ ഈ അവിടെ നിർത്തിയാൽ മതി. അപ്പോൾ ഈ മുബഷിർ ഓടുമ്പോൾ ഷാമോനോ എന്ത് ചെയ്യണം, ഓഫ് സൈഡുള്ള ഷാമോൻ മുബഷിറിനെ ബ്ലോക്ക് ചെയ്യണം. അത്രയുള്ള പരിപാടി. ഓക്കെ, റെഡി. ബോൾ പോണു. പോകുമ്പോൾ ഈ സാധനം ഈ ബ്ലോക്ക് വരുമ്പോൾ ഇത് ഓൾറെഡി ഈ ഡിഫൻഡർ ആ ബോൾ എടുക്കാൻ പോവാണ്. ആ ബോൾ എടുക്കാൻ പോകുമ്പോൾ ഓഫ് സൈഡുള്ള അറ്റാക്കർ ഈ പ്ലെയറെ എന്താ പറയുക ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടാണ് അത് ഓഫ് സൈഡ് വന്നത്. അത് നേരെ മറിച്ച് ഈ മുബഷിർ ഈ ഡിഫൻഡറിൻ്റെ ഓടുമ്പോൾ ഈ അറ്റാക്കർ ഇങ്ങനെ മാറി കൊടുത്തു കഴിഞ്ഞാൽ അത് ഓഫ് സൈഡ് വിളിക്കൂല. അതാണ് സിറ്റുവേഷൻ. അങ്ങ് വെറുതെ ഒന്ന് മാറി നിർത്താൽ മതി. എഗെയിൻ ഇത് ഓഫ് സൈഡെന്നോ മാറുന്നാൽ മതി. ഇങ്ങോട്ട് മാറുന്നാൽ മതി ഓടുമ്പോൾ. റെഡി. ഈ സിറ്റുവേഷൻ ഓഫ് സൈഡ് വിളിക്കൂല. കാരണം അത് ആ ഓഫ് സൈഡുള്ള പ്ലെയർ ആണെങ്കിലും ബോൾ എടുത്തിട്ടില്ല, മാറിയിരുന്നു. മറ്റേത് ഡിഫൻഡർ ആ ബോളിന് പോകുമ്പോൾ വേണമെന്ന് വെച്ചിട്ട് എന്താ പറയുക ഡിഫൻഡറെ ബോൾ എടുക്കാൻ പോകുമ്പോൾ വേണമെന്ന് വെച്ചിട്ട് ആ ഡിഫൻഡറെ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫ് സൈഡാണ്. അതാണ് കഴിഞ്ഞ കളിയിൽ ഓഫ് സൈഡ് വന്നത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.